വൈദികർക്ക് കുറവുണ്ട്. യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത 12 സ്ലീഹന്മാരിൽ ഒരാളായിരുന്നു യൂദാസായിരുന്നു. ഓക്കെ, ഈശോ 30 വർഷം രഹസ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചോദിച്ച് യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത 12 സ്ലീഹന്മാരിൽ ഒരു വ്യക്തി യൂദാസായിരുന്നു. യൂദാസിന്റെ പ്രവർത്തനം അന്ന് നിന്നുണ്ട്. ഞാൻ പറയുന്നത്, സഭയിൽ കുറവുള്ള വൈദികരുണ്ട്, ബലഹീനരായ വൈദികരുണ്ട്, പാപത്തിന് അടിമപ്പെട്ട വൈദികരുണ്ട്. പക്ഷേ എത്ര ബലഹീനരായ വൈദികരാണെങ്കിലും അവരർപ്പിക്കുന്ന യൂദാസുകൾക്ക് ഒരു കുറവില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഉദാഹരണം പറയാം. രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ പറഞ്ഞേ. ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി വൈദികനായിരുന്നോ സന്യാസിയായിരുന്നോ? ഇത് നോക്കിയിട്ടോ. വൈദികനായിരുന്നോ സന്യാസിയായിരുന്നോ? സന്യാസി. അത് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് യേശുവിന്റെ ശരീരം എടുക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞു. ഫ്രാൻസിസ് അസീസി ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവരും വിശുദ്ധരെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഓപ്പണായിട്ടുള്ള ഒരു കാര്യമാണ്. ഓപ്പൺ ഷെയറിംഗ് ഞാൻ പറയുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ അടുത്തുള്ള ഇടവക ദേവാലയത്തിലെ വൈദികൻ അത്ര നല്ല വൈദികരൊന്നും എന്ന് വെച്ചാൽ എല്ലാ ജടിക ഭാവത്തിന് അടിമപ്പെട്ട വൈദികൻ, മദ്യവയ്ക്കും ജടിക ആസക്തിക്ക് അടിമപ്പെട്ട ഒരു വൈദികൻ. അതാണ് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. നമുക്കറിയാം അങ്ങനെയുള്ള കുറവുള്ളവരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വൈദികൻ അർപ്പിക്കുന്ന ബലിയിലാണ് എല്ലാ ദിവസവും ആര് പോകുന്നത്? ഫ്രാൻസിസ്. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു വല്യമ്മ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് അസീസി പിതാവിനെ ചോദിച്ചു, പിതാവേ, ആ പള്ളിയിലോട്ട് പോകണ്ട, ആ പള്ളി മേടയില് അച്ഛന്മാർ താമസിക്കുന്ന മുകളില് ഒരു സ്ത്രീ താമസിക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ അതിന് വൈദികനെ കാണാനല്ല പോകുന്നത്, ഈശോയെ സ്നേഹിക്കാനാണ് പോകുന്നത്. കുറെ നാളുകൾ കഴിഞ്ഞു. ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ആശ്രമത്തില് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ബഹളം കേട്ടു. നോക്കുമ്പോൾ അസീസി പിതാവ് പുറകോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇതാ ഈ ഇടവപ്പള്ളിയിലെ വൈദികനെയും ഒരു സ്ത്രീയെയും കൂട്ടി നാട്ടുകാരെ പിടിച്ചോണ്ട് ആൾക്കാരുടെ വടിയും കമ്പല്ലോ അവരെല്ലാം ദേഷ്യപ്പെടാൻ. ഫ്രാൻസിസ് അസീസിയോട് പറയാ, പിതാവ് പറയേ, ഈ അച്ഛൻ വ്യഭിചാരത്തിന് അടിമപ്പെട്ടത് അച്ഛനാ, ഈ വ്യഭിചാരത്തിൽ നിന്ന് സ്ത്രീയായത്, ഞങ്ങൾ എന്ത് ചെയ്യണം? പിതാവ് പറയേ. ഫ്രാൻസിസ് അസീസി ഈ സമയത്ത് ആശ്രമത്തിന് മുറ്റത്ത് നിന്ന് ഇറങ്ങി ഓടി വൈദികന്റെ മുമ്പിലേക്ക് വന്നിട്ട് ആ വൈദികന്റെ മുമ്പിൽ മുട്ടുമുട്ടിയിട്ട് ആ വൈദികന്റെ കുറ്റാരോപിതനായി തലകുനിഞ്ഞ് നിൽക്കുന്ന വൈദികന്റെ 2 കരവും നിവർത്തിയിട്ട് മാറി മാറി ചുംബിച്ചിട്ട് പറയുക, ഈ അച്ഛൻ പാപിയാണോ നല്ലവനാണോ എന്ന് എനിക്കറിയില്ല, എല്ലാ പ്രഭാതത്തിലും ഈ അച്ഛന്റെ കരങ്ങൾ വഴിയാണ് എന്റെ പൊന്നീശോ കടന്നു വരുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. പൊന്നുമക്കളെ, നിങ്ങൾ അത്രമാത്രം ഫ്രാൻസിസ് അസീസി പോലുള്ള വിശുദ്ധരായ മനുഷ്യന പുരോഹിതനെ എത്രമാത്രം ബഹുമാനിച്ചിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഫ്രാൻസിസ് അസീസി എന്തിനാ അച്ഛനടുത്ത് പോയി കുമ്പസാരിച്ചത്? നിങ്ങൾ കുമ്പസാരിക്കുന്ന അച്ഛന്റെ കുറവ് നിങ്ങൾ നോക്കരുത്. ജോൺ പോൾ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ, അദ്ദേഹത്തിന് ഒരു വലിയ അനുഭവമുണ്ട്. റോമിൽ അദ്ദേഹം ജോൺ പോൾ മാർപ്പാപ്പ സഭയുടെ തലവനായിട്ടിരിക്കുമ്പോ റോമിലൊരു വൈദികൻ സഭയില് ഉദാസ ജീവിതത്തിൽ മാറി മദ്യപാനത്തിന് അടിമപ്പെട്ട് തെരുവിൽ കിടക്കുന്ന വൈദികൻ, കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തെരുവിലൂടെ മദ്യത്തിന് അടിമപ്പെട്ട് ഒരു പുരോഹിതനായ വൈദികൻ. ഈ അച്ഛനെ കുറിച്ച് ജോൺ പോൾ മാർപ്പാപ്പ കേട്ടു. ഒരു ദിവസം ജോൺ പോൾ മാർപ്പാപ്പ ഒരു വൈദികനോട് പറഞ്ഞിട്ട് ഈ അച്ഛനെ വത്തിക്കാനിലേക്ക് ക്ഷണിച്ചു. വത്തിക്കാനിലെ ഡിന്നറിന് ക്ഷണിച്ചു. ഡിന്നറിന് ക്ഷണിച്ച് ഈ അച്ഛൻ പേടിച്ച വരുന്നത്. ഡിന്നറിന് ക്ഷണിച്ച് ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഈ മദ്യത്തിന് അടിമപ്പെട്ട് തെരുവിൽ കിടക്കണ, സഭയെ പോലെ അനുസരിക്കാതിരിക്കുന്ന, ലോകത്തിൽ നടക്കുന്ന ഈ വൈദികന്റെ അടുത്ത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുക, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അച്ഛൻ പൊട്ടിക്കറിയ. ഈ വൈദികൻ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ, സഭയുടെ തലവൻ, ഈ വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി
സംസാരിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ഓർത്തു വയ്ക്കേ, എന്റെ ദൈവമക്കളെ, വൈദികന്റെ കുറവ് നിങ്ങൾ നോക്കരുത്. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഒരച്ഛൻ എവിടെ നമ്മളൊക്കെ ഹോമം വിമർശിക്കും. നമ്മളൊക്കെ വീടുകളിൽ ഒരു പ്രത്യേകതയാ, പ്രത്യേകിച്ച് അന്മായ സഹോദരങ്ങൾ. ഞാൻ പറയുന്നത്, ഒരച്ഛനെ ക്ലാസ് എടുത്തെങ്കിൽ നിങ്ങൾ പറയും അത് അച്ഛന്മാരെ ഉയർത്തി പറയുക. ഞാനൊരു അന്മായന, 2 കുട്ടികളുടെ അപ്പന. ഒരു കാലഘട്ടത്തിൽ 26 വയസ്സ് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ജീവിച്ച് സഭയ്ക്കെതിരെ കേസ് കൊടുത്ത്, വൈദികരെക്കെതിരെ കേസ് കൊടുത്തൊരു കേസിലെ പ്രതിയാ. പ്രിയപ്പെട്ട ദൈവങ്ങളെ, എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്, അത് പറയാം. അതായത് 2001 കർത്താവ് എന്നെ പിടിച്ചു. 2006 വരെ ഞാൻ നവീകരണ ശുശ്രൂഷിക്കുക. 2007 മുതൽ വചനം പറയാൻ തുടങ്ങി. ഞാൻ നവീകരണത്തിൽ വന്നപ്പോ ഞാൻ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളോടും പോയി മാഫി ചോദിച്ചു. പക്ഷേ പണ്ട് എന്റെ ഇടവ പള്ളിയെ വികാരിയച്ഛൻ, ഞാൻ 12 ദിവസം പള്ളി കിടന്നത്, ആ വികാരിയച്ഛനോട് ഒരു കോളേജിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ജനസഭയുടെ ഇടവായിരുന്നു. അതിന്റെ പേരില് ഈ വികാരിയച്ഛനെ 1.5 മണിക്കൂർ ഞാൻ പൂട്ടിയിട്ടു. അന്ന് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ എല്ലാവരോടും ക്ഷമ പറഞ്ഞു. ഈ അച്ഛൻ മാത്രം, അച്ഛൻ ജർമ്മനിയിലേക്ക് പിതാവ് വിട്ടു, ഇടവകയിലേക്ക്. അതുകൊണ്ട് ഞാനിങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോ ഇടയ്ക്ക് എന്റെ അച്ഛനെ ഓർക്കും. 2009 എന്റെ കത്തീഡ്രൽ ദേവാലയമാണ് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ദേവാലയം. അവിടെ ഒരു യുവജന ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ധ്യാനം 500 കുട്ടികളുണ്ട്. ധ്യാനം കഴിഞ്ഞ് ധ്യാനത്തിന് ഇന്റർവെൽ സമയത്ത് ചായ കിട്ടുന്ന സമയത്ത് ഞാൻ ചാപ്പിളിയിൽ നിന്ന് ഇറങ്ങി ഉടനെ കാഞ്ഞിരപ്പള്ളി, അതായത് കത്തീഡ്രൽ പള്ളിയുടെ മുറ്റത്ത്, പള്ളിമുറിയുടെ മുറ്റത്ത് ഈ പഴയ വികാരിച്ച് നിൽക്കും. അച്ഛനെ കണ്ടുടനെ എന്റെ മനസ്സ് താണി. കാരണം ഞാൻ അച്ഛനെ ഒത്തിരി വേദനിപ്പിച്ച ആളാണ്. പെട്ടെന്ന് ഞാൻ എന്റെ മനസ്സിൽ തോന്നി അച്ഛനോട് ക്ഷമ പറയാം. പിശാച് സമ്മതിക്കത്തില്ല അങ്ങനെ ക്ഷമ പറയാം. ഞാൻ കുർബാനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചോണ്ടി കർത്താവിനോട് പറഞ്ഞു, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, പരസ്യമായിട്ട് ഒരു പുരോഹിതനെ നീ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയും. തോന്നുക 500 കുട്ടികൾ ലൈനായിട്ട് കാപ്പ് പിടിക്കാൻ. ഞാൻ അവരെ ന്യായിപ്പിക്കുന്ന ആളാണ്. പരിശുദ്ധമാണോ, നീ വൈദികനെ പരസ്യമായിട്ട് ഇടവകയിൽ വെച്ച് നിന്റെ വൈദികനെ നീ കൂട്ടിയിട്ട് ആ ഇടവകത്തിന് മുമ്പിൽ വെച്ച് ഒരു പൗരോഹിത്യത്തെ നീ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാപ്പി ചോദിക്കണം. ഞാൻ കത്തീഡ്രൽ പള്ളിയുടെ ഓഫീസിലാണ് എനിക്ക് അച്ഛൻ നിൽക്കുക. അച്ഛൻ്റെ അടുത്തേക്ക് എന്നെ കണ്ടപ്പോൾ അച്ഛന് വിഷമമുണ്ട്. ഞാൻ ആദ്യം അച്ഛൻ അറിയിക്കില്ല. അച്ഛൻ എന്നെ കണ്ടപ്പോൾ മനസ്സിൽ പിടിക്കുക, അച്ഛൻ ഇത്ര വിഷമിച്ചാളാ. ഞാൻ ഒന്നും നോക്കിയില്ല. വിശുദ്ധാത്മാവേ എനിക്ക് ശക്തി തരണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വൈദികന്റെ കാലെ വിട്ടു പിടിച്ചിട്ട് 2 കാലെ കെട്ടിപ്പിടിച്ച് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അറിയില്ലാത്ത കാലത്ത് അഹങ്കാരം കൊണ്ട് സഭ എന്താണെന്നും പൗരോഹിത്യം എന്താണെന്നും അറിയാത്ത കാലത്ത് ഞാൻ ചെയ്തു പോയ ഓരോ തെറ്റിനെയും ഓർത്ത് പരസ്യമായിട്ട് അച്ഛാ ഞാൻ മാപ്പ് ചോദിക്കുന്നു പറയുമ്പോ അച്ഛന്റെ 2 കൈ എന്റെ തലയിലോട്ട് വെക്കുന്നു. എന്റെ തലയിലേക്ക് മുഴുവൻ വെള്ളം വീഴണം. ഞാൻ നോക്കുമ്പോ ഈ പ്രായമുള്ള വൈദ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് 2 കൈയും ശിരസിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, മോനെ, നീ കത്തോലിക്ക സഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിത് പറയുന്നത് നമ്മുടെ വാക്കുകൊണ്ട് എത്ര വൈദികരെ വേദനിപ്പിച്ചിട്ടുണ്ട്, എത്ര അച്ഛന്മാർക്കെതിരെ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു വൈദികൻ വീണപ്പോൾ ആഘോഷിച്ചില്ലേ? ചാനലുകാരുടെ കൂട്ടത്തിൽ പോയി നമ്മളും ആഘോഷിച്ചില്ല. പാർട്ടിക്കാരുടെയും പാർട്ടി ഓഫീസിലും കവലയിലും മലപ്പുറം ടൗണിലും നമുക്ക് വേണ്ടി കർത്താവിന്റെ തിരുശരീരം കുറിച്ച് നമ്മുടെ നാവിൽ വെച്ച് തരുന്ന, നമ്മളെ കൗതാശീലത്തിലേക്ക് നയിക്കുന്ന പുരോഹിതനെ നമ്മൾ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയണം. പരസ്യമായിട്ടൊരു വൈദികനെ വേദനിപ്പിച്ചെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കണം. ഒരു വ്യക്തി തെറ്റാണെന്ന് ബോധ്യം കിട്ടിയാൽ അത് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന അഭിഷേകം. നമ്മുടെ വീടുകളിൽ എത്ര പ്രാവശ്യം അച്ഛന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറവുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഒരച്ഛൻ എവിടുന്ന അപ്പച്ച വരുന്നത്? ഒരച്ഛൻ എവിടുന്ന സാറ വരുന്നത്? കുടുംബത്തിൽ നിന്ന്. നിങ്ങൾ ഓർക്കണം, ഒരു പുരുഷന്റെ ബീജവും ഒരു സ്ത്രീയുടെ അണ്ടവും ചേർന്ന് ഫെലോപ്പിന്റെ മുമ്പിൽ വെച്ച് ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ, അതായത് ഒരു കുഞ്ഞിന്റെ സ്വഭാവം 7 വയസ്സോട് രൂപപ്പെടും. ഈ പച്ചൻ കൊച്ചച്ചമാരക്കടിപ്പുണ്ട്. ഈ അച്ഛനും ഈ സിസ്റ്റേഴ്സും ഒക്കെ ജനിച്ചത് നമ്മളെപ്പോലുള്ള അപ്പന്റെ അമ്മയുടെ ശാരീരിക ബന്ധത്തിലാണ്. 15 വയസ്സ് വരെ ഈ വൈദികര് പഠിച്ച വൈദികന ഇവര് നമ്മുടെ കുടുംബത്തിലാണ്. എന്ന് വെച്ചാൽ ഒരു വൈദികന് കുറവുണ്ടെങ്കിൽ
അത് കുടുംബത്തിന് കുറവാ. സ്വരമെടുത്ത് ഹല്ലേലൂയ. സ്വരമെടുത്ത് ഹല്ലേലൂയ. ഹല്ലേലൂയ. 15ാമത്തെ വയസ്സിൽ സ്വന്തം പെറ്റി അമ്മയെയും അപ്പനെയും നാടിനെയും കുടുംബത്തെയും ജ്യേഷ്ഠന്മാരെയും ഭവനത്തെയും വസ്തുവകളെയും ഇട്ടെറിഞ്ഞിട്ട് സെമിനാരിൽ ചേർന്ന് ദൈവമക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ലേ. അവർ ആയുസ് മുഴുവൻ ആർക്കുവേണ്ടി ചെലവഴിച്ചത്? നമ്മൾ എത്ര പ്രാവശ്യം കുമ്പസാരിച്ചു. ഇപ്പൊ നമ്മൾ ഗവയ്ക്കോട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്കിതേ ഭയഭാവത്തിന് അടിമപ്പെട്ടവൻ, ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നവൻ, ലോകത്തിലെ സകല തിന്മയ്ക്ക് അടിമപ്പെട്ട ഞാനെന്ന് ഇന്ന് അഭിമാനത്തോടെ നെഞ്ചുയർത്തി ഈ ബലിപീഠത്തിനടുത്ത് വചനം പറയാൻ കാരണം കുമ്പസാരം എന്ന കൂദാസോളമുണ്ട്. അഭിഷേകം, നിങ്ങൾക്കൊരു വൈദികന് കുറവുണ്ടെങ്കിൽ സ്നേഹമുള്ള വ്യക്തികള് ആ വ്യക്തിയോട് നേരിട്ട് പറയും. അച്ഛാ, അതെങ്ങനെ പറയേണ്ടത്? ഒരു അന്മായോ അച്ഛനോട് പറഞ്ഞു കൊടുക്കണ എങ്ങനെയാ അച്ഛാ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, അച്ഛാ ക്ഷമിക്കണം, ഞാൻ പറയുന്ന കാര്യം ക്ഷമിക്കണം ഇന്ന് വളരെ സ്നേഹത്തോടെ എഴുന്നേപ്പോഴും ആരുടെ മുമ്പിൽ പറയാതെ രഹസ്യത്തിൽ പറഞ്ഞു കൊടുക്ക്. ആറ്റം തിരുത്തി നേരെ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ വീട്ടിലൊരു അപ്പനൊരു കുറവുണ്ട്, ഒരു രഹസ്യഭാവമുണ്ട്. നിങ്ങളാരും മൈക്കിൽ വെച്ച് പ്രസംഗിച്ചെടുക്കും. അമ്മി എന്റെ അപ്പനാരുണ്ട്, അപ്പനികളുണ്ട്. നമ്മുടെ ആത്മീയ അപ്പന്മാരെ വൈദികര് ഒരു വൈദികന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കർത്താവ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ കുടുംബത്തിൽ നിന്ന് മാനവകുലത്തിൽ തിരഞ്ഞെടുക്കുമ്പോ കുറവുകളോട് തന്നെയാണ് തിരഞ്ഞെടുത്തത്. യേശു തന്നെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് പഠിക്കണം. മാർക്കോസ് 3:13 എന്താ? തനിക്ക് ഇഷ്ടമുള്ളവരെ തന്നെ അരികിലേക്ക് വിളിച്ചു. 12 പേരെ പഠിച്ചേ. ഒറ്റ കൊടുക്കാൻ പോകുന്ന യൂദാസ്, പണക്കൊതിയിലായ യൂദാസ്, അധികാരക്കൊതിയുള്ള യോഹന്നാനും യാക്കോബും, അല്ലെ എടുത്തിയാളുടെ പത്രോസ്. 12 പേർക്ക് 12 സ്വഭാവം. ഇത്രയും ബലഹീനതയും കുറവുമുള്ളവരെയാണ് ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു പുരോഹിതനെ തെരഞ്ഞെടുക്കുമ്പോൾ കുറവുകളോട് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വൈദികൻ പച്ച മനുഷ്യനാ, എന്നെ പോലെ മാംസവും രക്തവുമുള്ള പച്ച മനുഷ്യനാ. ആണോ? ആണോ? സഹോദരന്മാരൊക്കെ ഞാൻ പറയാൻ പോവാ. നിങ്ങൾ പടന്നു പോകരുത്. വൈദികനോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു വേണം. കർത്താവിന്റെ ബലിപീഠത്തിനരികിൽ എന്ന് വെച്ചാൽ വൈദികൻ എവിടെ വളരുന്നത്? ബലിയർപ്പിച്ച കർത്താവിന്റെ മധുമകായി ബലിപീഠത്തിനരികില് വളരേണ്ട വൈദികരെ വെട്ടിക്കൊണ്ട് വീട്ടിൽ പോയാൽ നിന്റെ കുടുംബം തകർന്നു. കർത്താവ് തെരഞ്ഞെടുത്ത അഭിഷിക്തരെ ബലിയർപ്പിക്കാനും പാപം മോചിക്കാനും അനേകം പേരെ നരകത്തിൽ സ്വർഗത്തിലേക്ക് വിടേണ്ടത് വൈദികരെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരു വൈദികനെ എടുത്തു, ഒരു കൊച്ചച്ഛനെടുത്തു പോലും തായ്മൂന്ന് പറയത്തില്ല. വൈദികരെ ഞാൻ ബഹുമാനിക്കും. അവരുടെ പോയി ഇരിക്കത്തില്ല. അവരെ കാണുമ്പോൾ എഴുന്നേക്കും, അവരെ ബഹുമാനിക്കും, അവർക്ക് ആദരവ് കൊടുക്കും, അവരെ സ്നേഹിക്കും, അവർക്ക് പ്രാർത്ഥിക്കും. അവരുടെ കുറവുകൾ ഞാൻ ഇന്ന് വരെ എന്റെ കുടുംബത്തിൽ ഒരു വൈദികന്റെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ഏതെങ്കിലും വൈദികന് കുറവുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് ഒരു കുറവില്ലേ? നിങ്ങൾ അമ്മമാരെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ മകനൊരു കുറവുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദീക്ഷയോടെ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഇടപെടലിലെ വൈദികന്, നിങ്ങളുടെ ഇടപെടൽ സിസ്റ്റർമാർക്ക് ഒരു കുറവുണ്ടെങ്കിൽ അവർ